അവൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്നലെ എന്തുവാ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു. അപ്പോൾ എല്ലാവരും കണ്ടില്ലേ. അപ്പോൾ ഡ്രസ്സ് വാങ്ങിച്ചിട്ട് നമ്മൾ അത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അത് ഇന്നലെ ഞാൻ വാങ്ങിച്ചിട്ട് ഗിഫ്റ്റ് പേപ്പറിലൊക്കെ കുടുങ്ങിയായിരുന്നു. നമുക്ക് കൊടുക്കാം. നമുക്ക് കൊടുത്തിട്ട് വരാം. അപ്പോൾ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തുട്ടോ, എല്ലാം കൊടുത്തു. പോയി നമുക്ക് അപ്പുറത്തോട്ട് പോകും. പിന്നെ ഞാൻ ഉണ്ടാക്കിയ ഒരു കുഞ്ഞു ഗിഫ്റ്റാണ്, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത്, ഇവിടെ വെച്ച് തന്നെ ഉണ്ടാക്കിയ ഒരു ഗിഫ്റ്റ്, കുഞ്ഞൊരു ഗിഫ്റ്റാണ്, ഒന്നും പ്രതീക്ഷിക്കാനില്ല. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ കേക്ക് കട്ടിങ്ങിൻ്റെ അങ്ങോട്ട് നമ്മൾ പോവാണ്. അവൻ്റെ അടുത്ത് കഴിക്കാനുണ്ടോ ഇതൊക്കെ കൊടുക്കുമ്പോൾ തന്നെ അവൻ എന്തെങ്കിലും പറയോടെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ അപ്പുറത്തോട്ട് പോകാൻ ഞാൻ എൻ്റെ ഗിഫ്റ്റ് എടുത്തിട്ടുണ്ട്. എന്തോ അപ്പുറത്തോട്ട് പോകാൻ പോവാണ്. വീട് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ വീട് കൂട്ടി ഞാൻ ഗിഫ്റ്റ് ഒക്കെ എടുത്തിട്ട് പോവാണ്. അപ്പോൾ അവൻ അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വെക്കുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് എടുത്തോണ്ട് അങ്ങോട്ട് പോവാണ്. അവൻ അവിടെ ഇരിക്കുവാണ്. അയ്യോ അത് അതിയായിരുന്നു. അപ്പോൾ അത് തിങ്ങന്നേ. ഹായ് ഗൈസ്, ഇന്ന് അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ ഗിഫ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കേക്ക് മുറിക്കാൻ പോവാണ്. എടി ഇത് ഞാൻ ഇവിടെ വെക്കും. ഞാനത് വെച്ചോ, ഞാൻ വെച്ച സ്ഥലത്ത്. ശരി, അവൻ്റെ കാട്ടിൽ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അത് ഞാൻ തുണിയിലെങ്ങാനും എങ്ങനെ വെക്കും? പുറകെ വെച്ച് കൊണ്ടുപോകാം. പൊട്ടത്തരം കാണിക്കരുത്. നമുക്ക് ഇതിവിടെ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും നമുക്ക് ഒളിപ്പിച്ച് വെക്കാം. ഇതിപ്പോൾ അവൻ കണ്ടാലും എനിക്ക് കുഴപ്പമുണ്ടോ? ഉണ്ട്. നമ്മളിവിടെ വെക്കുന്നുണ്ട്. അവൻ ഇവിടെ, ഞാനിവിടെ. നിങ്ങൾ പറഞ്ഞ ഗൈസ് എന്തോ ചെയ്യണം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. എന്തോ അവിടെ വെച്ച് കഴിഞ്ഞാൽ നനയും. അപ്പം നമുക്ക് എങ്ങനെയും അതൊക്കെ കൊണ്ടുപോകണ്ടോ? അയ്യോ അവൻ നീ അങ്ങോട്ട് പുറത്തോട്ട് വെച്ചോ, വെള്ളം ഇല്ലാതെ വെച്ചോ. അപ്പോൾ നമ്മൾ വേണം. അയ്യോ പൊടി കൊണ്ടിട്ട് ക്യാമറ ഇങ്ങനെ പോകുന്നത്. ഇവിടെ വെച്ചു, ചൂട് നനവില്ല. അവിടെ വെച്ചോ. സാധനം എടുത്തു. ഓക്കെ, വേണ്ട നിന്റെ സാധനമൊക്കെ കാണത്തില്ല. നീ അകത്തിരുന്നല്ലോ ഉണ്ടാക്കി. ഹലോ, ഇവനെ പഠിച്ച് പറഞ്ഞു വെച്ച പോലെ ഇതൊക്കെ ഇവൻ ഉണ്ടാക്കിയതാണ്. പിന്നെ ബലൂണ് എന്താണെന്ന് കാണിച്ചാൽ അത് ഇവൻ്റെ DJ ലൈറ്റ് എന്ന് പറഞ്ഞു കേട്ടോ. തറയിലും എല്ലാം ഉണ്ട്. അമ്മ സീരിയൽ കണ്ടോ? കണ്ടോ? അപ്പോൾ എന്തുവാ കേക്ക് വാങ്ങിച്ചു. ഇതുകൊണ്ട് കേക്ക് ഇതാണ് കണ്ടോ. അമ്മയെ കാണിച്ചിട്ട് അമ്മ ഞെട്ടിയിരിക്കണം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ അവൻ്റെ ബർത്ത്ഡേ ഫോട്ടോ എന്താ ഞാൻ അയച്ചിട്ട് ഞാൻ പറയട്ടെ. അപ്പോൾ അവൻ്റെ കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന പോലെ ആ ചർച്ച ഫോണിൽ അവർക്ക് ഫോൺ ഇങ്ങനെ വെച്ച് ഇത് കാണുമ്പോൾ തന്നെ. അപ്പോൾ നമ്മൾ കേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഫ്രിഡ്ജ് ചെയ്യുകയാണ്. കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് കട്ടിയിരുന്നു നേരിട്ട്. അപ്പോൾ എന്താ അപ്പോൾ ഒന്നുമില്ല. ഞാൻ എന്ത് പറയുന്നത്, കേക്ക് കട്ട് ചെയ്യാൻ നേരം കാണിക്കാൻ ഞാൻ പറഞ്ഞ് ഇതിലോ വീഡിയോ ഇപ്പോൾ തന്നെ കാണിട്ടായിരുന്നു. അപ്പോൾ ഞാൻ കേക്ക് കട്ട് ചെയ്യാൻ നേരം അപ്പോൾ ഞാൻ കേക്ക് കട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പ് സമയം പക്ഷേ മുന്നേ വന്നത് എന്താണെന്ന് പറഞ്ഞാൽ അപ്പോൾ സെക്കൻഡ് ഇപ്പോൾ അവിടെ നിൽക്കുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ ഞാൻ ഇങ്ങനെ വന്ന് പൊളിച്ചു പോയി. ഇത് ഞാൻ ഇത്രയും തരാം സർപ്രൈസിൻ്റെ കാര്യം പറയില്ല. അവിടെ വെച്ച് പറഞ്ഞു കേട്ടിട്ടില്ല. സ്വാഭാവികം. അപ്പോൾ എന്താ നമ്മൾ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് ബാക്കി ചെയ്യാം. കുറേ കുളവാക്കാണ് ഫുള്ളും. അപ്പോൾ ഇത് ഫസ്റ്റ് പാർട്ടായിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. എന്തോ ഇതുപോലെ കുറേ പെട്ടെന്ന് കാണും. കാണുമ്പോൾ വിചാരിക്കും വീട് വന്ന് നോക്കിയാണ്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ഞാൻ സെക്കൻഡ് പാർട്ടായിട്ട് വരാം. അപ്പോൾ അതിലേക്ക് ഇങ്ങനത്തെ വീഡിയോ ഇട്ടു. അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. ബ്ലാക്ക് ഫോറസ്റ്റ് ഇതാണ്. അപ്പോൾ അനുവിൻ്റെ ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ അനു കുട്ടാ. ബർത്ത്ഡേ പാട്ട് വെച്ചോണ്ടിരിക്കും. പക്ഷേ ഇവിടെ പറയുന്ന ഷോ ആണെന്നാണ്. ഷോ അല്ലേ നിനക്ക്? നമ്മൾ ചിരിക്കണം. അപ്പോൾ ടി വിയിൽ വരും ഗൈസ്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. അല്ലത് അതിന് വളർത്തിന്നാണ് എനിക്ക് അവിടെ അവിടെ ചെന്നപ്പോ പാൻറ് പറയും. കേക്ക് കട്ടി എല്ലാം കോലം കണ്ടോ. നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം. ഞാൻ അവരെടുക്കുക കൊടുക്കുന്ന എന്താണ് അവന് ഞങ്ങളുടെയൊക്കെ എടുത്തു മുമ്പ് ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ട് ഈ കുളത്തിലോ ഞാനോ എന്നൊക്കെ പറഞ്ഞ ആളാണ് ഇപ്പം ചോദിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ ഫോട്ടോ എടുത്തോ എന്താ പറയാനോ. നമുക്ക് ഇവിടെ ഗിഫ്റ്റ് എടുക്കാം. ഇവിടെ ഇരുന്ന് എൻ്റെ ഗിഫ്റ്റ് എന്ത് ചെയ്യേ? ഇവിടെ ഇരുന്ന് എൻ്റെ ഗിഫ്റ്റ്
എന്ത് അമ്മേ ഞാൻ അവിടെ എടുത്തിട്ട് അപ്പോഴാണ് കണ്ട പേര് കണ്ടത്. പിന്നെ ഞാൻ തിരിച്ചു ഇത് വന്നായിരിക്കും ഓൺലൈൻ വല്ല വന്നായിരിക്കും. ഇതാണ് ഓൺലൈനിൽ വരുന്ന പേപ്പർ. ഞാൻ കണ്ടില്ലല്ലോ അവിടെ കവർ ഇരിക്കുന്നുണ്ട്. അയ്യോ അയ്യോ കൊടുക്കല്ലേ 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 കൊടുക്കാൻ പറ്റുന്നില്ല. അനു അനു ഇപ്പോഴല്ല പാപ്പാന്റെ സ്വർണ്ണ കനിയത് അങ്ങളമാർക്കൊക്കെ വീര ഉമ്മാന്റെ എംബ്രി മോളത് പഠിക്കുന്ന വലിയതും പഠിക്കുന്ന വലിയതും സ്ഥലത്താ. അൽഹംദുലില്ലാ പഠിക്കണ്ടല്ലോ അല്ലേ. എന്നോട് തിരിച്ചു പറഞ്ഞ നിന്റെ അല്ലേ ബർത്ത്ഡേ? കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്തു. എന്റെ ഗിഫ്റ്റ് ഇത് തുറക്കരുത്. ഞാൻ റൂമിൽ പോയിട്ട് തുറക്കും. മിണ്ടായിരിക്കും എല്ലാരും. ന്യൂറോയെ ഇന്നലെ പോയി കണ്ടത്. ഇനി മാസത്തിന്റെ അത് പൊട്ടിക്കരുത്. അത് ഞെക്കുന്നതാ. എല്ലാം അതിനകത്തുള്ള ഞെക്കുന്നതാ. കാർഡ് യൂസ് ചെയ്യാം. ആണ് ഞെക്കുന്നത്. എന്താ പിന്നെ പിന്നെ അമ്മ പോണ്ടേ കൈ പതിക്കണമെങ്കിൽ അമ്മ പോണ്ടേ. ആധാരം ശരിയായി ആരുടെ നമ്പറായിരുന്നു കൊടുത്തിരുന്നത്? നമ്പറില്ല പണ്ടങ്ങാണ്ട് എടുത്തതല്ലേ. അങ്ങനെ നമ്പറില്ല. നമ്പർ ആഡ് ചെയ്യാൻ പറ്റുമോ? കൊടുത്ത നമ്പർ മാറ്റാൻ പറ്റുമോ? അറിയാം. നീ വിളിച്ചോ? അപ്പൊ പൈസ നീ കണ്ടിപ്പോ ഞാൻ എന്തോ വേറെ ഒരെണ്ണം കൂടെ ഉണ്ട്. ഇത് എന്റെ അല്ല കേട്ടോ. വേറെ ഒരെണ്ണം കൂടി ഇല്ലേ? ഉണ്ട്. നമ്മുടെ പേരിൽ FD ഉണ്ടെങ്കിൽ FD കിട്ടുന്ന ഇൻട്രസ്റ്റ് ഇപ്പൊ നമുക്ക് മന്ത്ലി ഒരു ഇൻട്രസ്റ്റ് കിട്ടുമല്ലോ. FD കട്ടാവത്തില്ല. മന്ത്ലി കിട്ടുന്ന ഇൻട്രസ്റ്റ് 10%-10%ആണ്. 20% ഇഷ്ടപ്പെട്ടോ? എല്ലാരും കാണിക്ക. എല്ലാരും കാണിക്കേ. എല്ലാം പറയണം. എന്നാലും എനിക്ക് സമാധാനം ആവത്തുള്ളൂ. ആരുടെ ഗിഫ്റ്റ് ആണ് ഇത്? ഇതാ ചേടാ. ഇത് വറുണ്ട്. പത്രേ ഉള്ളു ഗൈസ്. ബൈ. നമുക്ക് പാപ്പം കഴിക്കാം. ചെറുക്കം കഴിച്ചോണ്ടിരിക്കുവാണ്. അപ്പൊ നമുക്ക് എന്താ കഴിക്കാം.